നിങ്ങളുടെ ന്യായപ്രമാണത്തെ വിട്ടുകളഞ്ഞ് നിങ്ങളുടേതായിരിക്കുന്ന പാരമ്പര്യങ്ങളെ വിട്ടുകളഞ്ഞ് ഇന്നവരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത പൗരോഹിത്യ ശുശ്രൂഷകളെ വിട്ടുകളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് ക്രൂശിൽ കഷ്ടമേറ്റ് മരിച്ചവന്റെ നിന്ന ചുമക്കുവാൻ ധൈര്യമുള്ള ഏതെങ്കിലും ധീരന്മാരായിരിക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ ഞാൻ ക്ഷണിക്കുകയാണ്. ആ ക്രൂശിലേക്ക് നോക്കുവിന് അവൻ അടിയേറ്റ് തകർക്കപ്പെട്ടത് നിനക്ക് വേണ്ടിയിട്ടാണ്. ആ ക്രൂശിലേക്ക് നോക്കുവിന് അവന്റെ മുഖത്തുകൂടെ തുപ്പൽച്ചാലുകൾ ഒഴുക്കപ്പെടേണ്ടി വന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്. അവന്റെ മുഖത്തെ രോമമൊക്കെയും അവർ നുള്ളിപ്പറിച്ചു കളഞ്ഞത് നിനക്ക് വേണ്ടിയിട്ടാണ്. അവന്റെ മുതുകടിച്ച് തകർത്തത് നിനക്ക് വേണ്ടിയിട്ടാണ്. അവൻ ചുമന്നുകൊണ്ടുപോയ മരക്കുരിശ് നിന്റെ പാപത്തിന്റെ ചുമടുമാണ്. എന്നിട്ട് നീ അഹങ്കരിക്കുന്നതെന്ത്? നിന്റെ ഉന്നത പാപവും നഗള ഹൃദയം വിരാജിക്കുന്നതെന്ത്? അതേ പ്രിയപ്പെട്ടവരെ, ഇന്നലെ ജനിച്ച് നാളെ മരിച്ചു പോകുന്ന നമുക്ക് വേണ്ടി ദൈവം എന്നേക്കും ജീവിക്കുന്ന ഒരു ആത്മാവിനെ സൗജന്യമായിട്ട് നൽകി തരുവാൻ ഇതാ നമ്മളോട് പ്രസാദം തോന്നിയപ്പോഴ്, അതേ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുവാൻ നമുക്കും അധികാരം നൽകി തരുന്ന ഈ ദൈവകൃപയെ തള്ളിക്കളഞ്ഞുകൊണ്ട് മനുഷ്യരുടെ മുമ്പിലുള്ള മാനവും ഈ ലോകത്തിന്റെ ഗതി വിഗതികൾക്കൊത്തവണ്ണം പാപം ചെയ്തുകൊണ്ട് ലോകത്തോടുകൂടെ നശിച്ചു പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്.